ലോ കോസ്റ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു 2.1 ഓഡിയോ സിസ്റ്റം വിത്ത് 3-way സ്പീക്കേഴ്സ് ആണിത്. പഴയ വീഡിയോയിൽ നമ്മൾ 2 എണ്ണം ചെയ്തത് നല്ല കോസ്റ്റ്ലി ആയിട്ട് എല്ലാവരും പറയുണ്ടായി. അതായത് നല്ല ഒരു 30 രൂപ അറൗണ്ട് വരുന്ന ടൈപ്പ് സിസ്റ്റങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 3-way സ്പീക്കർ, ഒരു സബ് ഓഫർ 12 ഇഞ്ച്, 2 3-way സ്പീക്കർ വരുന്നത് 8 മിഡ്, അതുപോലെ ട്വിറ്റർ 12 ഇഞ്ച് JBL വെച്ചിട്ട് ഹെവി ആയിട്ട് ചെയ്തിരുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റുകളും വരണ്ടായി. അതിൻ്റെ റേറ്റിന് അത്യാവശ്യം ആ പറഞ്ഞ റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പകുതി കോസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു 15 to 20 ഇടയിൽ, 15K to 20K ഇടയിൽ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സിസ്റ്റം, 2.1 ഓഡിയോ സിസ്റ്റം. അത് എല്ലാം നാട്ടിൽ അവൈലബിൾ പാർട്സ് ഉപയോഗിച്ചിട്ട്, കംപ്ലീറ്റ് അവൈലബിൾ പാർട്സ് ഉപയോഗിച്ചിട്ട്, നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ടൈപ്പല്ല, എല്ലാം നിങ്ങൾക്ക് എവിടെ നിന്നും വാങ്ങി ചെയ്യാവുന്ന രൂപത്തിലുള്ള ഓഡിയോ സിസ്റ്റമാണ്. ഇതിൽ ഈ ആംപ്ലിഫയർ ടു സബ് ഓഫർ വരെ. അപ്പോൾ ഈ എലൈവ് സബ് ഓഫറാണ് നമ്മൾ ഇതിനകത്ത് 10 ഇഞ്ച് ഉപയോഗിച്ചിട്ടുള്ളത്. എലൈവ് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ RSK ഇലക്ട്രോണിക്സിൽ കിട്ടും, കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്തിരുന്നതാണ് ഈ 12 ഇഞ്ച് എലൈവ്, 10 ഇഞ്ച് എലൈവ്. 10 ഇഞ്ച് എലൈവ് ഒരു 160 RMS വരെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പാണ്. പിന്നെ അതിലേക്ക് ഉപയോഗിച്ചുള്ള ഈ സ്പീക്കർ ബോക്സ് 3-way സ്പീക്കർ ഉപയോഗിച്ചുള്ളത് ഒരു 6 ഇഞ്ച് ഓഫറാണ്. 40 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന 6 ഇഞ്ച് ഓഫർ. ഒരു മിഡ് റേഞ്ച് ഡെയിൻറ്റി, ഒരു 4 ഇഞ്ച് ഡെയിൻറ്റി മിഡ് റേഞ്ച്, ഒരു പൈസോ ഇലക്ട്രിക് ട്യൂട്ടർ. ഇതിനകത്ത് ഒരു 12 dB 3-way ക്രോസ് ഓവർ, അതായത് ലോക്കലായിട്ട് ചെയ്തതല്ല, നല്ല ടൈപ്പ് തന്നെയാണ്. 12 dBയിലാകുമ്പോൾ നല്ല സെപ്പറേഷൻ, നല്ല ക്ലാരിറ്റി, എല്ലാം ഡീറ്റെയിൽസും കിട്ടും. നമ്മളതും റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ അവൈലബിൾ ഒരു ഓഫറാണ്. ബ്രാൻഡല്ല, ഓർഡിനറി ഓഫറാണ്. അപ്പോൾ ലോ കോസ്റ്റ് ആക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം, അതായത് ക്വാളിറ്റി കുറയ്ക്കാതെ, പരമാവധി ക്വാളിറ്റി കുറയ്ക്കാതെ നമുക്ക് മാക്സിമം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ, അത് സൗണ്ട് അല്ല പവറോ അല്ല, നല്ല വൃത്തിയിൽ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യുന്ന ഓഡിയോ സിസ്റ്റം നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൈ ക്വാളിറ്റി ഓഡിയോ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ പെട്ടെന്നാണ് ഇത്. 2 ബോക്സും ഒരു 80 മാക്സിമം 80 വാട്ട്സ് സപ്പോർട്ട് ചെയ്യും. ഇതൊരു 160 RMS സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഒരു 500ൻ്റെ താഴെ ടോട്ടൽ വാട്ട്സ് റേറ്റിംഗ് നമുക്കൊരു RMS കിട്ടുന്ന ഒരു ഓഡിയോ സിസ്റ്റമാണിത്. ഇതിൽ ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത് ജിടെക്കിൻ്റെ ക്യാബിനറ്റിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 27 വോൾട്ട് ട്രാൻസ്ഫോമർ, ഒരു ശക്തി 4 ട്രാൻസിസ്റ്റർ സബിന് വേണ്ടിയിട്ട്, നമ്മളെ എലൈവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ബോർഡ്. അതിലേക്ക് RBL പ്ലസിൻ്റെ ഒരു സബ് ഓഫർ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. VI ഓഡിയോയുടെ ഒരു ബെഡ് ടൈപ്പ് കാണിച്ച നമ്മൾ പണ്ട് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ലാസ്റ്റ് റിവ്യൂ ചെയ്തിരുന്ന ബോർഡാണ്. അതും ഞങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. എല്ലാം അവൈലബിൾ കമ്പണൻസ് ആൻഡ് പാർട്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതായത് വിയുടെ ബെഡ് ടൈപ്പ് 2 ട്രാൻസിസ്റ്റർ സ്റ്റീരിയോ 80 വാട്ട്സ് 4 ohmസിൽ കിട്ടുന്നത്. 80 വാട്ട്സ് 4 ohms. അപ്പോൾ 80 + 80 160 വാട്ട്സ് + 160, അതായത് ഒരു 360 RMS കിട്ടുന്ന ഒരു ഓഡിയോ സിസ്റ്റം. എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു സംശയം വേണ്ട, നല്ല ക്ലാരിറ്റി ആയിരിക്കും. കാരണം നമുക്ക് മെയിൻലി നമ്മൾ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നിന്ന് ബേസ് കിട്ടണം എന്നുള്ള രൂപത്തിലാണ് ഏതൊരു ഓഡിയോ സിസ്റ്റം നമ്മൾ ഞാൻ ചെയ്യാറ്. അത് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടായി. നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടാണ് എപ്പോഴും ഞാൻ സബ് ഓഫർ കാണാം. കൂടുതൽ പഞ്ച് ആവശ്യമുള്ളപ്പം സബ് കൊടുത്താൽ കിട്ടും. നമുക്ക് അതല്ലാതെ മ്യൂസിക് ലെവലിൽ കേൾക്കുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നല്ല സൂപ്പറായിരിക്കും, നല്ല ക്ലാരിറ്റി ആയിരിക്കും. അപ്പോൾ അതങ്ങനെ കിട്ടണം, ബേസിലും എല്ലാത്തിലും ആ ഒരു എഫക്റ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഏതൊരു വില കുറഞ്ഞ ഓഡിയോ സിസ്റ്റം ആയാലും വില കൂടിയതായാലും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വൈകിട്ട് ഞാനിപ്പോൾ തീർത്ത ഒരു വർക്കാണിത്. അപ്പോൾ വൈകിയതിൻ്റെ കാരണങ്ങൾ കുറച്ചൊക്കെ പറയണ്ടായി, പല കാരണവും പറഞ്ഞ് ചെയ്യുന്ന ഒരാളാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ സത്യാവസ്ഥ ഞാൻ പറയണമല്ലോ. അപ്പോൾ കുറച്ച് വൈകി മീൻസ് ഒരു മാസത്തോളം വീണ്ടും പറഞ്ഞ ഡേറ്റിൽ നിന്ന് മേലെ വൈകി പോയിട്ടുണ്ട്. അതിന് പല സാങ്കേതിക കാരണമുണ്ട്. ഒന്ന് ഈ ബോക്സ് കിട്ടാൻ വൈകി, അങ്ങനത്തെ പല കാരണങ്ങളും പല രീതിയിലും നമുക്ക് വർക്കിൽ പല തരത്തിലുള്ള ഡിലേസ് വരും. അപ്പോൾ അതിൽ ഇങ്ങനെ കുറച്ച് കാരണം കൊണ്ട് കുറച്ച് വൈകിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു കാര്യങ്ങൾ. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതെങ്ങനെ നമുക്ക് ഒരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാം. അതൊരു ലോ കോസ്റ്റ് നല്ല വൃത്തിയിൽ വർക്ക് ചെയ്യുന്ന, ക്വാളിറ്റി നഷ്ടപ്പെടാതെ കോസ്റ്റ് പരമാവധി കുറച്ചിട്ട് ഏത് രീതിയിൽ നമുക്ക് ഒരു ഓഡിയോ സിസ്റ്റം അതുപോലെ ഒരു 2.1 ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഒരു ഓഡിയോ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇതുപോലെ അസംബിൾ ചെയ്ത ഒരു 2.1 സിസ്റ്റം ആണ് എന്ന് വരിക. ഇതിൽ പ്രൈസ് കയറുന്നതും പ്രൈസ് കുറയുന്നതും എവിടെയാണ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. അതായത് പ്രൈസ് കയറാനുള്ള കാരണം സ്പീക്കേഴ്സ്, മെയിൻലി സ്പീക്കേഴ്സ്, അവിടെയാണ് പ്രൈസ് കയറുക. ആ സ്പീക്കർ ഇപ്പോൾ 6 ഇഞ്ച് എടുത്തില്ലേ, ആ സ്പീക്കറിൻ്റെ ഏതൊക്കെ ക്വാളിറ്റി, ഏതൊക്കെ കമ്പനികളുടെ നിങ്ങളുടെ സെലക്ഷൻ മാറുന്നു അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. എത്ര വ്യത്യാസം വരും എന്നുള്ളത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു 1000 രൂപ റേഞ്ചിലുള്ള ഒരു ഓഫറാണ് എന്ന് വിചാരിക്കുക.
നിങ്ങൾ അടുത്തൊരു ഹൈ ക്വാളിറ്റി ഒരു ഊഫർ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് ചിലപ്പോൾ 2000 സംതിങ് 2200 പ്ലസ് 2500 ഇടയിലൊരു റേഞ്ചിലേക്ക് പോവാം. അപ്പോൾ അവിടെ 1000 സംതിങ് കൂടി ഒരു ചാനലിന് മുകളിൽ, ഒരു സ്പീക്കറിന് മുകളിൽ. അപ്പോൾ 2 കൂടി 2000 രൂപ പിന്നെ മൊത്തം ടോട്ടൽ റേറ്റിൽ നിന്ന് കൂടി. അത് 2000 രൂപ എന്ന് പറയുമ്പോൾ ആ ചെറിയൊരു വാല്യൂ കൂടിയിട്ടുള്ളൂ. നല്ല വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പിയർലെസ് എന്നൊക്കെ മേലോട്ട് പോയി കുറച്ചും കൂടെ ഒന്ന് പോഴ്ക്കിലേക്കൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാം, ഞാനിപ്പോൾ ഒരു ഏകദേശം കണക്ക് പറയാം, ഒരു 3800 അറൗണ്ട് നിങ്ങൾക്ക് ഈ 2 6 ഇഞ്ച് ഡ്രൈവറിൻ്റെ മുകളിൽ മാത്രം എക്സ്ട്രാ ചിലവ് അധികം വരും. ഇപ്പോൾ പറഞ്ഞതിൻ്റെ മുകളിൽ നിന്ന് എക്സ്ട്രാ വരും. മിഡ് റേഞ്ച് ഇതിപ്പോൾ DNT എടുത്ത് പറഞ്ഞല്ലോ, മറ്റൊരു ബ്രാൻഡിൻ്റെ എടുക്കുകയാണെങ്കിൽ 2 കൂടി അത് കൂടി. ഇതിപ്പോൾ പൈസോ ഇലക്ട്രിക് ട്യൂട്ടറാണ്, മാഗ്നറ്റിക് അല്ല. അപ്പോൾ ഒരു ബുള്ളറ്റ് ട്യൂട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഒരു 900 പ്ലസ് 900 1800. ഇതിനിപ്പോൾ ഒരു 400 സംതിങ് 400 രൂപ അറൗണ്ട് ഇതിന് ട്യൂട്ടറിന് ചിലവെന്നുള്ളൂ. ആ സ്ഥാനത്ത് ഒരു 600 രൂപ 500 സംതിങ് അധികം, 2 എണ്ണത്തിനും കൂടി 1000 രൂപ എക്സ്ട്രാ കയറി. ഇതിൽ എത്രത്തോളം നമ്മൾ ക്വാളിറ്റി കൂട്ടുന്നോ നമ്മളിവിടെ അതിനനുസരിച്ചിട്ട് ആമ്പിൾ കാണണം. എത്രത്തോളം എഫക്റ്റീവായിട്ട് ഇത് വർക്ക് ചെയ്യും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ആംപ്ലിഫയർ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ട്രാൻസ്ഫോമർ, ഫിൽറ്റേഴ്സ്, ബോർഡ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു 80 വരപ്പോൾ 100ലേക്ക് 80 എന്ന് വിചാരിക്കുക. 100ന് വേണ്ടിയിട്ട് അവിടെ ബോർഡ് ചെയ്യണം. അത് 100 കിട്ടാൻ വേണ്ടിയിട്ട് ആ 2 ചാനൽ ബോർഡും സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഈ പവറിലും അതിൻ്റെ വാല്യൂസ് ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ കൂടുക എന്ന് പറഞ്ഞാൽ ഒരു 2800 രൂപ ഒരു ആവറേജ് നാട്ടിൽ കിട്ടുന്ന ചില സാധനങ്ങൾ വെച്ചിട്ട് ആ ഒരു പവർ കൂട്ടുമ്പോൾ നമുക്ക് ചിലവ് അധികം വരും. സബ്വൂഫറിന് സെക്ഷന് നമ്മളിപ്പോൾ ഒരു 12 ഇഞ്ചായാലും 10 ഇഞ്ചായാലും ശരി, നമ്മളിപ്പോൾ അതിലൊക്കെ എടുക്കുന്ന ഒരു 250 RMS ടു ഒരു 350 RMS ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു കുമാർ മോണോ അല്ലെങ്കിൽ ആ ഒരു 6 ട്രാൻസിസ്റ്റർ 8 ട്രാൻസിസ്റ്ററിൻ്റെ ഒരു റേഞ്ചിലേക്ക് പോകുമ്പോൾ ഇവിടെ പവർ സപ്ലൈ ഒരു 50 വോൾട്ട് അല്ലെങ്കിൽ 40 സംതിങ് കിട്ടുന്ന 45 എബവ് കിട്ടുന്ന ഒരു സപ്ലൈയിലേക്ക് പോകണം. എന്നാലേ ആ ഒരു ബോർഡ് കറക്റ്റായി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു അഡീഷനും കൂടെ ട്രാൻസ്ഫോമറിൽ വന്നു. ആ ഒരു സബ്വൂഫറിൻ്റെ സെക്ഷന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് പ്ലസ് നമ്മുടെ ചാനൽസ് വർക്ക് ചെയ്യാനുള്ള 27 ആണെങ്കിൽ 27 ആ വോൾട്ടേജ് ആഡായി. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റ് പിന്നെയും കൂടി. അതിനനുസരിച്ച് സെപ്പറേറ്റ് ഒരു റെക്ടിഫയർ സെക്ഷൻ അവിടെ വരും, ലെഫ്റ്റ് സബ്വൂഫറിന് സെപ്പറേറ്റ്. അവിടേക്ക് ഒരു 1000 സംതിങ് കൂടി. നല്ല വാല്യൂ ഇടുമ്പോൾ നല്ല ക്വാളിറ്റി ഇടുമ്പോൾ 1000 സംതിങ് കൂടി. ഇതിനകത്തിപ്പോൾ ഞാൻ ഓണാക്കിയാൽ ഇവിടെ വ്യൂ മീറ്റർ ഞാൻ ആഡ് ചെയ്യാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. വ്യൂ മീറ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഫീച്ചർ, ജസ്റ്റ് ഫീച്ചർ, അപ്പോൾ ഒരു 600 പ്ലസ് കൂട്ടാം. പിന്നെ ഇതിൽ എക്സ്ട്രാ ഗെയിൻ, എക്സ്ട്രാ ബഫർ, പിന്നെ വോൾട്ടേജ് ലെവൽ, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ്, അവിടെ മറ്റ് എല്ലാം നമ്മൾ പക്കായിട്ട് ക്ലാരിറ്റിയിലേക്ക് ചെക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവിടെ വരുന്ന ആ ടെക്നോളജി അതായത് നമ്മൾ ടെക്നിക്കൽ വശങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വരുന്ന വാല്യൂ സർവീസ് ചാർജിന് മുകളിൽ ഉണ്ടാവും. 1500 കിട്ടുന്നിടത്ത് ചിലപ്പോൾ 3000 സംതിങ്ങിലേക്ക് സർവീസ് വർക്ക് പോകും. ചിന്തിച്ച് നോക്കണം. അതേപോലെ തന്നെ സബ്വൂഫറിൻ്റെ ബോക്സ് ഡിഫോൾട്ട് സബ്വൂഫർ ബോക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചുള്ളത്. നമ്മൾ കസ്റ്റമൈസ്ഡ് ഉപയോഗിക്കുന്നതിൽ ആ ഹൈ എൻഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഊഫറിന് തന്നെ ഒരു ബോക്സിന് 10 ഇഞ്ചായാലും ശരി, ആ ഒരു ബോക്സിന് ചിലപ്പോൾ ഒരു 2800 to 3600 ഇടയിലൊരു റേഞ്ചിൽ ആ ബോക്സിന് ചിലവ് വരും. നാടൻ ബോക്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിലേക്ക് ആ ഊഫറും ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇത്രേ. അതേപോലെ തന്നെ പിന്നെ ഇതിൽ ഡാമ്പിങ് മെറ്റീരിയൽ ഇതൊക്കെ നമ്മളവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അതിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളിവിടെ ഇത് തമ്മിലുള്ള മാച്ചിങ്ങിനനുസരിച്ച് ഇതും അതിനനുസരിച്ച് മാച്ചിങ് ആയിട്ട് ഇതും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളെ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ സർവീസ് ചാർജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരാൾ ഒരു ടെക്നീഷ്യൻ ഒരു സാധനം അസംബിൾ ചെയ്ത് തരുമ്പോൾ അയാളുടെ ചാർജ്, അയാളുടെ കൂലി, അയാളുടെ ഫീസ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ആ ഓവറോൾ ആ എക്സ്പെർട്ടിസത്തിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അത് എത്രയാണോ അവർ ചാർജ് ചെയ്യുക അതുപോലെ വരും. ഇപ്പോൾ ഞാനിപ്പോൾ 2000 ആണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ മറ്റു ചിലർ ചിലപ്പോൾ 3500 പറയും, ചിലപ്പോൾ 5000 പറയുന്നവരുണ്ടാവും. അതൊക്കെ അവർ എങ്ങനെയാണോ അവരുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് ഞാനിവിടെ ചെയ്ത ഒരു വില വെച്ചിട്ട് മറ്റൊരാളോട് തോറ്റ് അവരെത്രയാണല്ലോ ചെയ്യുന്നത് പറയുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതാത് സ്ഥലത്തും സെയിം പ്രോഡക്റ്റിൻ്റെ ഒരു അവസ്ഥയ്ക്കും വിലകൾ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ വില എങ്ങനെയാണ് കൂടുന്നത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. വില കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് വെച്ചാൽ ഈ പറഞ്ഞ ഇത് തന്നെ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്ത ഓഫർ ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ, അതിലും താഴോട്ട് ഇനി ഉണ്ടാവും. അത് വില 15ൻ്റെ താഴോട്ട് വില ഉണ്ടാവും, 12 സംതിങ്. അപ്പോൾ വാട്ട്സ് പിന്നെയും കുറഞ്ഞു. ഇതിലപ്പോൾ നമ്മൾ 4 ഇഞ്ച് ഇടും, അല്ലെ 5 ഇഞ്ച്.
ഇവിടെ ഈ മിഡ് റേഞ്ച് ഏതെങ്കിലും ഒരു ഫുൾ റേഞ്ച് ചെറിയ സ്പീക്കർ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഒരു കപ്പ് അടിച്ചാൽ അത് മിഡായി. 3 വേ വേണമെങ്കിൽ മാത്രം. ഇവിടെ പൈസ ഇലക്ട്രിക് തന്നെ 3 വേ വേണ്ട, 2 വേ ആക്കിയാൽ റേറ്റ് കംപ്ലീറ്റ് കുറഞ്ഞു. കാരണം ബോക്സിൻ്റെ മുകളിൽ റേറ്റ് വളരെ കുറയും, ക്രോസോവറിൻ്റെ മുകളിൽ റേറ്റ് കുറയും, ബോറ്റ് കാര്യങ്ങളുടെ മുകളിലൊക്കെ റേറ്റ് കുറയും. അതിനനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കുറയും. നമ്മളെ വർക്ക് കുറയുമ്പോൾ നമ്മളെ സാധനത്തിൻ്റെ വില പിന്നെയും കുറയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് വിലകൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ തരത്തിലാണ് വില കുറയ്ക്കുക. വില കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പാട്ട സാധനം ഉപയോഗിച്ചല്ല ഉണ്ടാക്കുക. വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ആ ഒരു വിലയിൽ ഒതുങ്ങുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ നല്ല സാധനമായി, നല്ല ഓഡിയോ സിസ്റ്റമായി. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം, ഡയലോഗ് നിർത്താം. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഓൺ ചെയ്യാം. ഓൺ ബട്ടൺ ബ്ലൂ റിംഗ് ആണ്, ഓർഡിനറി ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. ബിയോമീറ്റർ ആഡ് ചെയ്തില്ല. G-Star ടൈപ്പ് USB പാനലാണ്. ഇപ്പോൾ കണക്റ്റഡ് ആണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ റിലേ ഓണായ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സംഗതി ഓൺ. ഇനി നമുക്ക് ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം. NCS മ്യൂസിക് തുടങ്ങാം. ഞാനൊരു നല്ല നമ്മുടെ ഓർഡിനറി വല്ല മലയാളം അങ്ങനത്തെ സോങ്ങുകൾ ഏതെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ടെലഗ്രാമിൽ മറ്റോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ട് ശരിക്കുള്ള ക്വാളിറ്റി. അപ്പോൾ ഒരു NCS മ്യൂസിക് പ്ലേ ആക്കിയിട്ടുണ്ട്. ബേസ് ട്രബിൾ ഒക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സബ്വൂഫർ നോക്കിയാൽ ഫുൾ 0ലാണ് ഇട്ടുള്ളത്, ഫുൾ ലോയിലാണ് വെച്ചുള്ളത്. ഇത് നമ്മൾ ആദ്യം ചാനൽ ബേസ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സബ്വൂഫർ ആഡ് ചെയ്യാം. ഇപ്പോൾ ചെറിയ വോളിയം ഞാൻ വെച്ച് ഓണാക്കാം. നെക്സ്റ്റ് മ്യൂസിക് ഒന്ന് പ്ലേ ആക്കാം. എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ലോ കോസ്റ്റിലും
നല്ല അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് കേൾക്കാനുള്ള രൂപത്തിലുള്ള ക്വാളിറ്റി ഉണ്ടാക്കാം. അതായത് ഇതിപ്പോൾ ഒരു വീട്ടിൽ പാട്ട് പാടി മറ്റ് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മൈക്ക് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ ഏതൊരു ആമ്പിലും മൈക്ക് ഇൻപുട്ട് കൊടുക്കുക കാരണം വളരെ നിസ്സാരമാണ്. കാരണം ഓൾറെഡി അത് നമുക്ക് ബിൽഡിനായിട്ട് കിട്ടുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അത് ഇൻക്ലൂഡാണ്. ബാക്കി ബ്ലൂടൂത്ത്, ഓക്സ്, USB ഫീച്ചേഴ്സൊക്കെ നമ്മുടെ പാനലിലുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു RC ഇൻപുട്ട് നമ്മളിവിടെ ഇതിൻ്റെ ഓക്സ് ഇൻപുട്ടിലേക്കുള്ള ഒരു സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഫാൻ അതായത് നമ്മുടെ ഹീറ്റിനനുസരിച്ചിട്ടുള്ള സെൻസർ കൊടുത്തുകൊണ്ട് അതും ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലിയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ വർക്കിംഗ് NCS മ്യൂസിക്കാണ് ഉപയോഗിച്ചുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും, കാരണം വളരെ ഒരു അസ്വസ്ഥമായ മ്യൂസിക്കാണ് അവരുടെ. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ജഗാവകയും വളരെ റോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ പോലെ ഒരു DJ പോലെയൊക്കെ ഒരു അവസ്ഥയാണ്. നമ്മളുള്ള ഒരു ശാന്തമായൊരു മ്യൂസിക് കേൾക്കണമെങ്കിൽ NCS മ്യൂസിക് പറ്റില്ല, വേറെ ഏതെങ്കിലും നല്ലത് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ പഴയ വീഡിയോയിൽ എല്ലാവരും ചോദിക്കലുണ്ടായി, അതായത് ഫ്രണ്ടിൽ സ്പീക്കേഴ്സിന് ഗ്രില്ല് സ്ക്രീനൊന്നുമില്ലേ. അതായത് അന്നത്തേൽ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി സ്പീക്കേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻ അയച്ചു വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രസ്റ്റ് ഫിറ്റിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ചിലതിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ആവുന്ന രൂപത്തിൽ, അതായത് വുഡിൽ ഗ്രൂവ് എടുത്തിട്ട് അത് ഈ ഫ്രെയിം അതിനകത്തോട്ട് ഫിക്സ് ചെയ്യുന്ന രൂപത്തിലും ഉണ്ടാക്കാറുണ്ട്. അതല്ലാതെ ഇതിപ്പോൾ നേരിട്ട് പ്രസ്റ്റ് ഫിറ്റിങ്സോട് കൂടിയാണ്. ഈ ടൈപ്പ് ഉപയോഗിക്കാം. എങ്ങനത്തെ ആയാലും സ്ക്രീനോട് കൂടിയാണ് എല്ലാം കൊടുക്കാറുള്ളത്. സബ്വൂഫർ അധികം ഓപ്പൺ ആയിട്ടാണ് വെക്കാറ്. എൻ്റെ ഒരു ഇംപ്രഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്. സ്ക്രീൻ വേണ്ടവർക്ക് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കും, ഗ്രില്ല് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറേ കാലത്തെ ഡിലേ വന്ന് കുറേ വർക്കുകൾ തീർക്കാനുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ തീർക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു വർക്കാണിത്. ഇനി നമുക്ക് നമ്മുടെ 2.1 സീരീസിൻ്റെ 3rd പാർട്ട് ആൻഡ് 4th പാർട്ട് 5th പാർട്ടും വരാണ്ട്. അപ്പോൾ അതാണ് ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ട്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അത് എന്തായാലും 10 ദിവസം കൊണ്ട് നമുക്ക് ശരിയാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അതിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ നമ്മുടെ ഈ 2.1 ഈ മിനി 2.1 ലോ കോസ്റ്റ് 2.1നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഗറേഷൻ എന്നോട് ചോദിച്ചാൽ മതി, അത് ഞാൻ വിട്ടുതരാം. ഞാൻ ഏതായാലും ആ പുതിയ ഓർഡർ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നിലവിൽ എടുത്തിരുന്ന ഓർഡറുകളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ തരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എവിടെ നിന്നായാലും അത് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ എന്ന നിലക്കാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര കോസ്റ്റ് വരുന്നത് വെച്ചാൽ 15 to 20 ഇടയിൽ ഒരു ചിലവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിലും കുറച്ചിട്ട് ഒരു ലോ കോസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്യാനില്ല, മറ്റ് വളരെ ഉടായിപ്പായി പോകും. അപ്പോൾ അത് ചെയ്യുന്നതാണ് നല്ല, വെറുതെ ചെയ്യാതിരിക്കുന്നതാണ്. ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു വൃത്തി ചെയ്യുക എന്നാണ് ഏറ്റവും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ.